ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൻ്റെ പേരാണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോയിൽ ഇങ്ങനെ സ്റ്റിക്കർ ഉണ്ടാക്കുന്നതെന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കടയിൽ നിന്ന് വാങ്ങണേക്കാളും ഗുഡ് വീട്ടിൽ ഉണ്ടാക്കുന്നതാട്ടോ. അത് ഒട്ടിച്ചപ്പോൾ ഗുഡായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തത് ഞാൻ വിചാരിക്കണം. ട്രൈ ചെയ്തവർ കമൻറ്റിൽ പറയൂ കേട്ടോ. അപ്പോൾ അത് തന്നെ ഞാൻ കുറച്ച് സംഭവങ്ങൾ പുതിയതായിട്ട് കുറച്ച് ഉണ്ടാക്കിയിരുന്നു. ഫിംഗേഴ്സിലിടാനുള്ള കുറച്ച് സംഭവങ്ങളും പിന്നെ തലോണ പോലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ പേപ്പറും അല്ലെങ്കിൽ വേറെ പ്ലാസ്റ്റിക് പേപ്പേഴ്സും ഒക്കെ വെച്ചുണ്ടാക്കിയായിരുന്നു. പിന്നെ ഞാൻ സ്റ്റിക്കർ പേപ്പേഴ്സും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനത്തെയാണ് ഞാൻ വഴിയെ കാണുമ്പോൾ കാണിച്ചു തരാം. വരൂ. ഈ സംഭവം സേഫായിട്ട് ഞാൻ എൻ്റെ റൂമിൻ്റെ ഉള്ളിലാണ്, എൻ്റെ സ്വന്തം റൂമിൻ്റെ ഉള്ളിലാണ് ഞാൻ സ്റ്റിക്കർ പേപ്പേഴ്സൊക്കെ വെച്ചാണത്. സ്കൂളിൽ എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാനാണ് ഉണ്ടാക്കിയാണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് ഫോളോവേഴ്സൊക്കെ എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്ന് പറയണേ കമൻറ്റിൽ. ബെഡിൻ്റെ അടിയിലാണ്, ഇവിടെയാണ് ഞാനത് വെച്ചിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഐറ്റംസ്. ഇതെന്തൊക്കെയാണ് പരിചയപ്പെടുത്തി തരാം. ഇത് ഞാൻ കൈമ ഫിംഗേഴ്സിൽ ഇടാറുള്ളതാണ് ഫസ്റ്റ് കാണിക്കുന്നത്. ഞാൻ വേറെ ഒരു പേപ്പറും ഇല്ലാത്ത തന്നെ ഞാൻ എൻ്റെ മാസ്ക് പേപ്പറിലാണ് ഇട്ട് വെച്ചാൽ ഇതെന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് പൂച്ചയുടെ ഫിംഗറാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയാണത്. ഈ ഒരു കുഞ്ഞു ഫിംഗറാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയത്. നല്ല രസം. അടുത്തതായത് ഈ സംഭവം, ഇത് പേപ്പർ വെച്ചുണ്ടാക്കിയതാണ്. ഇത് വെറൈറ്റി സംഭവമാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് സ്മൈൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എൻ്റെ കണ്ണ് മാച്ച് എഴുതാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സംഭവം അടിപൊളി സംഭവം. പിന്നെ ഇത് മാത്രമല്ല, ഇതും കൂടി ഉണ്ട്. ഇതിന് കണ്ണ് നോക്കുന്നില്ല, അങ്ങനെ വെറുതെ ഇത് തലോണയാക്കി കെടുക്കുകയും ചെയ്യാം. നല്ല സുഖമാണ്. കണ്ട് ഇങ്ങനെ ഓക്കെ, നല്ല സോഫ്റ്റ്, നല്ല രസം. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞ സ്റ്റിക്കർ റോൾ പേപ്പേഴ്സാണ് ഞാൻ വെച്ചിരുന്നത്. ഇതെടുത്തിട്ട് കാണിച്ചു തരാം. കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റിക്കർ റോൾ പേപ്പേഴ്സാണ്. ഇതാണ് ഐറ്റം. ഇതിനൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അതിങ്ങനെ തുറന്നിട്ട് പേപ്പർ, സാധാ പേപ്പർ നൂല് പോലെ ഉണ്ടാവും. അതിൻ്റെ ഒരു സ്ഥലത്ത് നമ്മുടെ പശ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റിക്കർ പേപ്പേഴ്സ് ആവും. ആണ് ഈ ഒരു സംഭവം. സ്കൂളിൽ ഫ്രണ്ട്സിന് കൊടുക്കാൻ പറ്റിയ മസ്റ്റ് സംഭവമാണ്. പിന്നെ ഒരു കാർഡാണ്, കാർഡ്ബോർഡ് കാർഡ്സാണ്. നമ്മൾ വെറുതെ കഴിയുന്ന കാർഡ്ബോർഡിൽ ഒരു കുറച്ച് പീസസ് എടുത്തിട്ട് ഈ ഒരു സംഭവമില്ലേ, അത് വലിയ കാർഡ്ബോർഡിൽ നിന്ന് കീറി എടുത്തിട്ട് ഇതുപോലെയൊക്കെ എഴുതി പ്രിൻ്റ് ചെയ്ത് ഓരോ ഫ്രണ്ട്സിന് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ കണ്ട കൈയും പറ്റുന്ന ക്യാറ്റിൻ്റെ സംഭവം തന്നെയാണ്. പിന്നെ സ്റ്റിക്കേഴ്സാണ് എൻ്റെ ഉള്ളത്. കുഞ്ഞു കുഞ്ഞു സ്റ്റിക്കേഴ്സ് എൻ്റെ ഇത് ഇപ്പുറത്തായോട്ട് ഒട്ടിച്ചിട്ടുണ്ട് ഞാൻ. കാരണം പിന്നെയും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ദീപനന്ദാന്ന് എഴുതിയൊരു ലോക്ക് ഉണ്ട്. പിന്നെ എനിക്ക് കാണിക്കാറ് ഈ ഒരു ബാഗാണ്. ഈ ഒരു ബാഗിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഫുൾ എൻ്റെ കാർഡ്സാണ്. അതൊക്കെ കാണിച്ചു തരാം. ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു ബീയുടെ കുഷ്യനാണ്. അപ്പോൾ നമ്മളിത് ഇതൊക്കെ കാണിച്ചില്ലേ, അതിൻ്റെ ഒരു കളർഫുൾ ടൈപ്പാണ് ഞാനിത് ഉണ്ടാക്കിയാണ്. അത് കണ്ടോ, ഒരു ടൈപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പൗച്ച്, പിന്നെ ഇങ്ങനെയില്ല, ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് ഓരോന്ന് കളിക്കുന്ന സംഭവംസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഓരോ കാർഡ്സ് ഉണ്ടാക്കും ഞങ്ങൾ പേഴ്സ് പോലെയൊക്കെ കളിക്കാൻ ഉപയോഗിക്കുന്ന സംഭവമാണ്. കുറേ ലാപ്ടോപ്പ് പോലെ, ഫോൺ പോലെ, അങ്ങനെ പല വെറൈറ്റി സംഭവങ്ങളുണ്ട്. പിന്നെ ഈ ഒരു കാർഡ് ഞാൻ എൻ്റെ ഫ്രണ്ടിനോടത്തുന്ന ഫ്രണ്ട് മേടിച്ചില്ല, ബാക്കി എല്ലാവരും മേടിച്ചിട്ടു. ഇത് ഇങ്ങനെ ഓപ്പൺ നോക്കുമ്പോൾ ഇത് ഓപ്പൺ ആവും. അങ്ങനത്തെ ഒരു ഗെയിമിൻ്റെ ഒരെണ്ണം. ഇത് വേറെ തരം പേഴ്സാണ്. ഈ കളി നിറച്ചു ഇതാണ് കേട്ടോ. പിന്നെ ഈ കളി നിറച്ചു അപ്പുറത്തെ കളി ഈ ബാഗ് ഫുള്ളാണ്. ഈ കളിയാണ് ഇപ്പോൾ കാണിച്ചത്. ഈ കളിയിൽ ഫുള്ളാണ്. അങ്ങനെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് എനിക്ക്. പിന്നെ ഇത് ഈ പെട്ടിയിലാണുള്ളത്. ഇതാരും തന്നതും എടുക്കുന്നതല്ല, ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കുന്നതാണ്. ഇത് ഞങ്ങുന്ന ഒരു പേനയാണ്. ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയതാണ്. പേപ്പർ വെച്ചിട്ടാണ് പേന കണ്ടത് എഴുതും. എൻ്റെ പേരാണ് മാജിക് പെൻ. പിന്നെ ഞാനൊരു ഫോൺ പോലെ
ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫോണിൻ്റെ ഉള്ളിൽ അമ്മയുടെ പേരൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ കോൾ വരും. ഇതൊരു ആപ്പിളിൻ്റെ ലാപ്ടോപ്പാണ്. ഇത് കാക്കുമാക്കോജി എന്നുള്ള ഗെയിമിൻ്റെ ഒരു സംഭവമാണ്. അത് കുറേ ഉണ്ടാക്കിയിട്ട് ഫ്രണ്ട്സിനും കൊടുത്തിട്ടുണ്ട്. പിന്നൊരു ബാർബിയുടെ കുഷ്യനാണ്. പിന്നെ അത് കുഞ്ഞ് ഫോണായിട്ട് റെയിൻബോ ഫോണായിട്ടൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇതൊരു കുഞ്ഞ് ഫോണായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പണ്ടത്തെയാണ്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നു. ഞാൻ ഉണ്ടാക്കിയതല്ല, ഞാൻ സൂക്ഷിച്ച് വെച്ചതാണ്. എൻ്റെ ഫ്രണ്ട് എനിക്ക് വേണ്ടി വെക്കേഷന് ആവുമ്പോഴേക്ക് തന്നതാണ്. കാർഡ് തന്നതാണ്. എന്തിനോ ഒരു കാര്യത്തിന് വേണ്ടി ഒരു കാർഡ് എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഒരു കാർഡ്. ഇതിൻ്റെ ഉള്ളിൽ സ്പോഞ്ചൊക്കെ വെച്ചിട്ട് ഞങ്ങളൊരു ഫോൺ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇതിനെ പോലത്തെ വേറൊരു ഫോണ്. ഇത് നല്ല സോഫ്റ്റ് പുഷിയനൊക്കെ ഉള്ള ഒരു ഗേൾ ബാർബിയുടെ ഇതിനേക്കാൾ ക്യൂട്ട് ഇയറിനാണ്. അടിപൊളിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് വണ്ണാണ്. ഈ രണ്ടെണ്ണം സെയിമാണ്. ഈ രണ്ടെണ്ണം ഞാൻ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. സെയിം കേട്ടോ. കുറച്ച് ഞങ്ങുന്ന ഒരു സ്മൈലി ഉണ്ടാക്കിയത്. എൻ്റെ ഫ്രണ്ട് തന്നെ കുഞ്ഞ് ഒരു ബുക്കാണ് ഈ ഒരു ബുക്ക്. ആ പറഞ്ഞില്ലല്ലോ, ഞാൻ കാണിച്ച ബാഗിൽ കുറേ ബുക്സും ഉണ്ട്. ഇതുപോലത്തെ കുറച്ച് വലിയ ബുക്സ്. ഒരു ഫ്രണ്ട് തന്നെ ഞാനും കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല ഇനിയും കാണിക്കാണ്ട്. ഈ ഒരു ബോക്സാണ് എനിക്ക് കാണിക്കാനുള്ളത് കേട്ടോ. കാണിച്ചു തരാം. ഒക്കെ എൻ്റെ ചെറുതിലത്തെ വളകളാണ്. ഇപ്പം എൻ്റെ അനിയൻ്റെ വള. അനിയൻ വലുതാകുമ്പോൾ കാട്ടിക്കൊടുക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ച് ടപ്പാസ. പിന്നെ ഇതാണ് പേപ്പർ സോപ്പ്. എല്ലാവർക്കും അറിയുണ്ടാവും. പേപ്പർ സോപ്പ് കുറേ ഒരു ദിവസം കൊണ്ട് തന്നെ ഞാൻ പേപ്പർ സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ലാസ്റ്റിലും പറഞ്ഞു തരാം. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല. ഇതെനിക്ക് സ്കൂളിൽ നിന്ന് എനിക്ക് മയിൽപ്പീൽ തന്നെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു തന്നപ്പോൾ ഞാൻ എടുത്തത് മയിൽപ്പീൽ. ഈ രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിൽ പേപ്പർ സോപ്പ് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. ഇതാണ് കടയിൽ നിന്ന് വാങ്ങുന്ന പേപ്പർ സോപ്പ്. അപ്പോൾ ഇത് പേപ്പർ സോപ്പാന്ന് പറയും. ഇതും പേപ്പർ സോപ്പാണ്. ഇരുട്ടായിട്ട് കാണണ്ടാവില്ല. ഇതും പേപ്പർ സോപ്പ് തന്നെയാണ്. എൻ്റെ ഫ്രണ്ട്സ് തന്നതാണ്. പിന്നെ ഒരു ക്യാൻഡി റബ്ബർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മയിലിൻ്റെ മാത്രമൊന്നല്ല കേട്ടോ എനിക്ക് കിട്ടിയാണ് തൂവൽ. പല പൊന്മാൻ്റെ തൂവലടക്കം ബ്ലൂ വെയിലിൻ്റെ തൂവലടക്കം എനിക്ക് കിട്ടിയത് ബ്ലൂ വെയിലിൻ്റെ ആണ്. എല്ലാവർക്കും പൂരപ്പറമ്പിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടാവും. തലയിൽ ഇങ്ങനെ വെക്കുന്ന സംഭവത്തിൻ്റെ കൂടെ പറിച്ചെടുത്തത് ഒറിജിനൽ കിളികളുടെ ഒക്കെ തൂവലെടുത്തിട്ട് കളറിൽ മുക്കി ഒട്ടിച്ച് വയ്ക്കുന്ന തൂവലാണിത്. പിന്നെ ഞാൻ നെയിം സ്ലിപ്പ് ഉണ്ട്. പിന്നെ വേറൊരു കാർഡ്. പിന്നെ ഒരു ഫോണ്. പിന്നെ ഒരു ബുക്കിൻ്റെ പേപ്പർ സോപ്പ് വീട്ടിലുണ്ടാക്കിയ ഐറ്റംസൊക്കെ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട്. കണ്ടോ ഐറ്റംസൊക്കെ എന്നെ പേപ്പർ സോപ്പ് ഉണ്ടാക്കാൻ സഹായിച്ചതാണ്. ഇതിൻ്റെ ഉള്ളിൽ ധാരാളം സാധനങ്ങളുണ്ട്. പിന്നെ ഒരു സ്റ്റാർ ഉണ്ട്. എൻ്റെ ഫേവറേറ്റ് സ്റ്റാറാണ്. പിന്നെ ഞാൻ ടിഷ്യൂവിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് ടിഷ്യൂ ഒക്കെ എടുക്കും. പേപ്പർ സോപ്പ് ഉണ്ടാക്കാൻ ഞാൻ ടിഷ്യൂ ഒക്കെ എടുക്കും. പിന്നെ വേറെ ആർട്ടിനൊക്കെ എടുക്കാം. ഈ ഒരെണ്ണം അറിയും. ഇത് വെച്ച് എഴുതി കഴിഞ്ഞാൽ അതിലേക്ക് ഇത് പടരും. അത് പിന്നെ ഒരു കുഞ്ഞു സ്റ്റിക്കർ. അത് പൊളിഞ്ഞാണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഓടിക്കുമ്പോൾ ഒരു ക്യൂട്ട് സ്റ്റിക്കറായിട്ടാണ് കൊടുക്കാറ്. പിന്നെ ഇതൊക്കെ എനിക്ക് പലതിന് ആവശ്യമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ സ്റ്റാറില്ലേ, സ്റ്റാറിൻ്റെ ഒരു വേറെ മോഡൽ നെക്ലേസ് പോലത്തെയാണ്. പിന്നെ ഒരു ഫോണുണ്ട്. ഞാൻ ഉണ്ടാക്കിയ ഈ ഒരു സംഭവം കൂടിയുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ തൂവൽ മാത്രമല്ല ഈ പക്ഷിത്തൂവൽ എൻ്റെ കയ്യിലുണ്ട്. പിന്നെന്താ കാണിക്കണേ? നമ്മൾ ഉണ്ടാക്കിയ സ്റ്റിക്കർ കാണിച്ചില്ലല്ലോ. ഈ ഒരു പേപ്പറിലാണ് ഞാൻ എടുത്ത് വെച്ചത്. ഇത് ഇപ്പോഴത്തെ വൈറലായിരിക്കുന്ന പാവയാണ് സൂപ്പർ സ്റ്റാർ. അടിപൊളി പാവയാണ് കേട്ടോ. ഈ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കിയിരുന്നു. ഒരു ബർത്ത്ഡേ സ്റ്റിക്കർ കാണാമല്ലോ എന്നറിയില്ല, പക്ഷെ ക്യൂട്ടാണ്. പിന്നെ ക്യാറ്റ് സ്റ്റിക്കറാണ് എടുത്തത്. അങ്ങനെ പലതരം സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. വീടിൻ്റെ യൂണിക്കോൺ, ക്യാറ്റ്, കപ്പ് കേക്ക്, അങ്ങനെ കുറേ ഐസ്ക്രീമിൻ്റെ ഡോണറ്റിൻ്റെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റിക്കറാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ഉണ്ടാക്കിയ സ്റ്റിക്കർ.